രണ്ടാമത്തെ ദിവസമാണിന്ന്. എൻ്റെ ഭാര്യയുടെ ഒന്നാമത്തെ ദിവസം. രണ്ടാമത്തെ ദിവസം ആയ എന്നേക്കാൾ നന്നായി ഭാര്യ സംസാരിക്കുന്നു എന്ന് പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് സങ്കടത്തിലുള്ള സന്തോഷം തന്നെ ഉണ്ട്. ഞാനും ഇൻഷാ അല്ലാഹ് ആ രീതിയിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഫൈസൽ സാർ പല ടെക്നിക്കുകളും ഇന്നും പറഞ്ഞു തന്നു. പിന്നെ ഞാൻ വന്നപ്പോഴും കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഓരോന്നും ഫോളോ അപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഈ PPP ഞാൻ വാട്സാപ്പിൽ നിന്ന് കേട്ടതാണ്. പക്ഷേ ഒരിക്കൽ കൂടി ഹൃദ്യസ്ഥമാക്കാൻ പറ്റി. ഈ ഇവിടുന്ന് ഡയറക്റ്റ് സംസാരിക്കുമ്പോൾ അതിൻ്റെതായ ഫീലിംഗ് ഉണ്ട്. വാട്സാപ്പിൽ കേൾക്കുന്ന പോലെയല്ല. പിന്നെ അതേപോലെ ഇവിടെ സംസാരിച്ച പുതുതായി വന്ന നമ്മുടെ രാജേഷ് സാറും വളരെ നന്നായി സംസാരിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെക്കാളും നന്നായി പുള്ളി പെർഫോം ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതുപോലെ നമ്മുടെ മോഹസിൻ സാറും അതേപോലെ നമ്മുടെ ഇലക്ട്രിസിറ്റി അസീസ് സാറും അതിൻ്റെ രീതിയിൽ തന്നെ എല്ലാം കൈകാര്യം ചെയ്തു. മൂപ്പര് വളരെ നന്നായി ഇതിനെപ്പറ്റി ഈ ഇതിൻ്റെ വിഷയത്തെ ആരോഗ്യത്തെക്കുറിച്ച്, ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് വളരെ നന്നായി സംസാരിച്ചു. ഫീഡ്ബാക്കിൽ മോഹസിൻ സാറും വളരെ നന്നായി സംസാരിച്ചു. ഇനിയും നമുക്ക് ഇതേപോലെ ക്ലാസ്സിൽ വരുവാനും ഒന്നിച്ച് ഇത് വിജയം കൊഴിയാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വളരെ ഉഷാറായി പ്രസംഗിച്ചു. ഒരു തുടക്കക്കാരൻ ആണ് എന്ന് ഒരിക്കലും പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് തോന്നുകയില്ല. നല്ല രീതിയിൽ മൂന്ന് പ്രാവശ്യം ഇവിടെ വന്ന് 3 പ്രാവശ്യം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. അതുപോലെ മുഹ്സിനും വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിച്ചു. പിന്നെ സിദ്ദിഖ് സാറ് വളർത്തുമൃഗങ്ങളെക്കുറിച്ച്, മാഡവും വളർത്തുമൃഗങ്ങളെക്കുറിച്ച് സംസാരിച്ചു. രണ്ടുപേരും നന്നായി സംസാരിച്ചു. തുടക്കക്കാരിയാണെങ്കിലും രാജേഷിനെ പോലെ തന്നെ നല്ല ഉഷാറായിട്ട് സംസാരിച്ചു. പിന്നെ ഇന്ന് ഞാൻ അവിടെ കയറി വരുമ്പോൾ സാറ് പ്രസംഗത്തിൻ്റെ ഫണ്ടമെൻ്റൽ തിയറിയെക്കുറിച്ചാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. 6 വിഷയങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ആദ്യത്തെ 3 കാര്യങ്ങൾ PPP, ഒന്ന് പ്രസംഗത്തിന് പ്രിപ്പറേഷൻ ചെയ്യുക, രണ്ടാമത്തേത് പ്രാക്ടീസ്, മൂന്നാമത്തേത് പ്രസൻറ്റേഷൻ. ഇത് 3ആണ്. പിന്നെ പറഞ്ഞത് പ്രസംഗത്തിനൊരു ആമുഖം വേണം. തുടക്കം, അടക്കം, ഒതുക്കം. ഒരു തുടക്കം വേണം, പിന്നെ വിഷയത്തിലേക്ക് കിടക്കണം, പിന്നെ അവസാനിപ്പിക്കൽ. തുടക്കത്തിൽ നിന്ന് വിഷയത്തിലേക്ക് കിടക്കുമ്പോൾ ഒരു പാരം വേണം. അതുപോലെ വിഷയത്തിൽ നിന്ന് ഒടുക്കത്തിലേക്ക് കിടക്കുമ്പോൾ ഒരു പാരം വേണം. അതും പറഞ്ഞു. ആ കാര്യങ്ങളും സംസാരിച്ചു. പിന്നെ ഇവിടെ പരസ്പരമുള്ള ഇൻട്രാക്ഷൻ മിഷനിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഒരുപാട് സംശയങ്ങൾ ചോദിക്കുകയും ഉത്തരം പറയുകയും ചെയ്തു. വളരെ അധികം ഉഷാറായിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ബ്രൈറ്റ് അക്കാദമിയുടെ വളർച്ച അനുദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കെട്ടിടത്തിൻ്റെ പ്രവർത്തനം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിലേക്കുള്ള വർക്ക്, അതിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അതിനുവേണ്ടി ഒരുപാട് ആളുകൾ അകവഴി സഹായിച്ചിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് ഒരുപാട് ഫണ്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് കഴിയുന്ന വിധം എല്ലാവരും ഈ ഫണ്ടിലേക്ക് എല്ലാവരും സംഭാവന ചെയ്ത് നമ്മുടെ പദ്ധതി വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇനി കൂടുതൽ ആരും ഇവിടെ സംസാരിക്കാനില്ല.